ഇന്ന് എൻ്റെ കൂടെയുള്ളത് 10ാം ക്ലാസ്സിലെ X&Y ഫൗണ്ടേഷൻ കോഴ്സിലെ വളരെ മിടുക്കനായിട്ടുള്ള ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥി സൽമാൻ സാദിൻ്റെ ഫാദറാണ് സാദ് നദ്വി. അദ്ദേഹം പാപ്പിനിശ്ശേരി ജാമിയ സാദിയ കോളേജിൻ്റെ അക്കാഡമിക് ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിലോട്ട് എത്തിപ്പെട്ടത്? ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ എത്തപ്പെട്ടത് കുട്ടികൾ തന്നെയാണ്. കുട്ടികളിങ്ങനെ സെർച്ച് ചെയ്തിട്ട് അവർ കണ്ടുപിടിച്ചിട്ട് അവരെന്നോട് പറഞ്ഞ് അത് നോക്കിയപ്പോൾ വളരെ വളരെ ഇൻട്രസ്റ്റഡ് ആയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നറിയില്ല. അതിന് വഴി അറിയില്ല, പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ഇവിടെ വന്നപ്പോൾ IIT-യിലും അവിടെ ഇവിടെ ഒക്കെ കയറി ഇറങ്ങി വന്ന ആളുകൾ എല്ലാ അറ്റ്മോസ്ഫിയർ മനസ്സിലാക്കിയ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, റൂട്ട് വ്യക്തമായിട്ട് വരച്ചു കൊടുക്കാൻ പറ്റി. അത് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം എന്നുള്ളത്. എന്താണ് നിങ്ങളൊരു അനുഭവം ഈ ഒരു കോഴ്സിൽ വന്നതിന് ശേഷമുള്ള? കുറച്ച് വർഷങ്ങളായല്ലോ പോലെയാണ് ഈ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സ്കൂളിൽ പഠിക്കുമ്പം സ്കൂളിൽ ടോപ്പറാവും, എല്ലാം A+ കിട്ടും. A+ കിട്ടിയാൽ നമ്മൾ സ്വപ്നം എന്താ, A+ന് അപ്പുറം ഒന്നുമില്ല. അതെ, വേറെ കോമ്പറ്റ് ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. ഇതുപോലെ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ടീമിൽ കളിച്ചാൽ എപ്പോൾ ഇന്ത്യക്കാരെല്ലാം വലിയ കളിക്കാൻ കഴിയും. നേരെ ഇറ്റലിയിലും അവിടെ ഇവിടെ പോയിട്ട് കളിച്ചാൽ അവരെ നിലവാരത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളി മാറും മൊത്തത്തിൽ. ഒരു 1-2 മാസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ടോട്ടലി ചേഞ്ച് ഉണ്ടാവും. അപ്പം അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കുറേ വ്യത്യസ്ത ആളുകൾ ടോപ്പറുമായിട്ട് കോമ്പറ്റീഷൻ ചെയ്യുമ്പം കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ, ഒരു മത്സരം. കളി മാറിയിട്ടുണ്ടോ? കളി കുറേ മാറിയിട്ടുണ്ട്, ഇനിയും മാറണം, പ്രതീക്ഷിക്കുന്നു. കുട്ടിയുടെ കൂടെ ആസ് എ പാരന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഈ ഒരു ജേണിയിൽ, ഈ ഒരു യാത്രയിൽ നമ്മുടെ കൂടെ ഉള്ളതിൽ ഉണ്ടായിട്ടുണ്ടോ? കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഞങ്ങൾക്കൊരു ദൗത്യമുണ്ട്, മോണിറ്റർ ചെയ്യുക, കുട്ടികളെ മോണിറ്റർ ചെയ്യുക. ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ ഏറ്റെടുത്ത് എക്സ് ആൻഡ് വൈ മെന്റേഴ്സ് വഴി ചെയ്യുന്നത് കൊണ്ട് കുറേ ഞങ്ങളുടെ ഭാരം കുറച്ച് കുറയുന്നു. അതോടുകൂടി മാത്രമല്ല, നമുക്കവരുടെ ആ റിസൾട്ട് ഇതൊക്കെ കാണുമ്പോൾ കുട്ടികളുടെ പിന്നെ സാധാരണ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഒരു 2 കൊല്ലം പഠിക്കുന്നത് 5 കൊല്ലം കൊണ്ട് പഠിക്കുന്നു എന്നുള്ളൊരു ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു. അത് +1 +2 എല്ലാ ഭാരിച്ച സിലബസും കൂടുമ്പോൾ കുട്ടികൾ ഓവർലോഡായി. പിന്നെ എന്ത് ചെയ്യാണ്, എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് ബൂസ്റ്റപ്പ് ചെയ്തതുകൊണ്ട്, ചെറിയ ക്ലാസ് മുതലേ വന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ട്, ഒരു ഈസിനെസ് എല്ലായിടത്തും നമുക്ക് കാണുന്നതാണ്. നമ്മുടെ പാരൻസിനോട് നിങ്ങൾക്ക് പറയാനുള്ളത്? പാരൻസിനോട് പറയാനുള്ളത്, കാരണം നമുക്ക് നമ്മളെക്കാൾ കഴിവുള്ള ടീച്ചേഴ്സിൻ്റെ അഡ്വൈസ് ഏറ്റെടുത്തുകൊണ്ട്, കാരണം നമുക്കുള്ളൊരു കഴിവ് വെച്ചിട്ട് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെക്കാൾ കൂടുതൽ എല്ലാ സ്ഥലത്തും എല്ലാ IIT-യിലും അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിച്ച ടീച്ചേഴ്സാകുമ്പോൾ അവർക്ക് കൂടുതൽ വളരെ വളരെ പോയിന്റ് വൈസിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീഡ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും, ഏത് എക്സ് ആൻഡ് വൈ എന്നല്ല, എവിടെയെങ്കിലും ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ ചേർക്കൽ എപ്പം നല്ലതാണ്. കാരണം നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ ചെറിയൊരു ഫീസ് നോക്കിയിട്ട് അത് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു മെഡിസിൻ സീറ്റും മറ്റതും വാങ്ങാൻ വേണ്ടി ലക്ഷങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ചിലവഴിക്കേണ്ടത്. അപ്പം ബുദ്ധിപരമായിട്ട് നേരത്തെ ചിന്തിച്ചാൽ കുട്ടികൾക്ക് ഭാരമില്ല, അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആയി. മാത്രമല്ല നമ്മുടെ ഈ മനസ്സ് മുറിച്ച് കൂട്ടിയ മനസ്സുകൊണ്ട് പെട്ടെന്ന് ഉയർന്നു പോകുമ്പോൾ എല്ലാ ടൈമും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണ്. കുറഞ്ഞ ടൈം മറ്റിങ്ങനെ +1 +2 മുതലാണ് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. നേരത്തെ മൂർച്ചയുള്ള കത്തി കൊണ്ട് എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് നമ്മളെ ലക്ഷ്യങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്. എന്തായാലും സൽമാൻ ഇനിയും ലക്ഷ്യങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിന്